വീഡിയോ ഇട്ടിട്ടുള്ള കളിയില്ല. അവനെടുക്കണ്ട മേലെ പഴമേൽ കുറച്ച് ചൂട് മേലെ ഇറങ്ങാനുള്ള എടുക്കണം. കൂടുതലും വേണ്ട. നമ്മൾ ഗ്യാസിനുണ്ടാക്കണമായിരുന്നു യഥാർത്ഥ ദം ബിരിയാണി. കാരണം താഴെന്നും മേലും ചൂടിറങ്ങിയിട്ട് അതെയോ. അസ്സലാമലൈക്കും, ഹായ്, ഹലോ. ഇന്നത്തെ നമ്മുടെ വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. നമ്മൾ 4 ദിവസമായില്ലേ കണ്ടിട്ട് വ്ളോഗ് ഇട്ടിട്ട്. അപ്പോൾ ദാ എൻ്റെ വീട്ടിൽ വ്ളോഗ് വേണമെന്ന് പറഞ്ഞിട്ട് കുറേ ദിവസമായി ആൾക്കാർ ഇങ്ങനെ കമൻ്റ് ആക്കുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മൾ അവിടെ പോയ മുതൽ ഇങ്ങോട്ട് തിരിച്ച് വരുന്ന വരെയുള്ള വ്ളോഗ് അങ്ങോട്ട് ഒരൊറ്റ വീഡിയോയിൽ അങ്ങോട്ട് ഉൾപ്പെടുത്താമെന്ന് വിചാരിച്ചു കേട്ടോ. കാരണം അങ്ങനെ സമയം കിട്ടിയുള്ള വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പിന്നെ ഇതാ ഞങ്ങൾ പട്ടിയൊക്കെ പാക്ക് ചെയ്ത്. റിഹാൻ വന്നില്ല, റിഹാനിക്ക് എക്സാം ഉണ്ടായിരുന്നു. റിഹാൻ സൺഡേ വരാമെന്നുള്ള ഒരു പ്ലാനിങ്ങിൽ അവൻ വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ചൊക്കെ ഡ്രസ്സൊക്കെ എടുത്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കഹാനിത ഈ ഒരു ബിൽഡിങ്ങിലാണ് കേട്ടോ. കഹാനി ഇത് കണ്ടില്ലേ, ഡോണർ ക്ലബിൻ്റെ ഏറ്റവും മേലെയാണ് കേട്ടോ. അങ്ങനെ കഹാനിയുടെ വർക്കൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. വീടെത്തി കുറച്ച് സ്പീഡിലാണ് കേട്ടോ നമ്മുടെ വ്ളോഗ്. അപ്പോൾ നമ്മൾ സിറ്റ് ഔട്ടൊക്കെ കംപ്ലീറ്റ് ആക്കി. പിന്നെ ഇതാ ഫസ്റ്റ് ടൈമാണ് വരുന്നത്. മുറ്റൊക്കെ ഒന്ന് റെഡിയാക്കാനുണ്ട്. ഇൻഷാല്ലാ ഇനി അതൊക്കെ ഒന്ന് റെഡിയാക്കണം. സിറ്റ് ഔട്ട് ഭയങ്കര വലുപ്പമായപ്പോൾ നല്ല ചേഞ്ച് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതാ ഉമ്മാൻ്റെ പൂച്ച കണ്ടില്ലേ. അപ്പോൾ ഉമ്മാൻ്റെ കൃഷിത്തോട്ടമൊക്കെയാണ് കേട്ടോ. ഞാൻ വന്നതും പുറമേയൊക്കെ ഒന്ന് പോയി നോക്കി. നമ്മുടെ എന്താ പറയുക, ഉമ്മാൻ്റെ കൃഷികളും ഒക്കെ ഇതാ മുളകൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ എന്തൊക്കെയോ നട്ടി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ നോക്കുമ്പോൾ നല്ല ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. താത്ത വന്നിട്ടുണ്ട് കേട്ടോ നേരത്തെ തന്നെ. നല്ല നെയ്ച്ചോറും അതിലോട്ട് ചിക്കൻ കറിയും പിന്നെ ബീഫ് ഫ്രൈയും പപ്പടം ഇങ്ങനെയൊക്കെ ആയിട്ടാണ് കേട്ടോ ഉണ്ടായിരുന്നത്. പിന്നെ ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് ഫുഡെല്ലാം കഴിച്ചു. ആദ്യം അവർക്ക് കൊടുത്ത ശേഷം പിന്നെ ഞങ്ങൾ മാത്രം ഇരുന്ന് കഴിച്ചു. പൊതുവേ വീട്ടിൽ പോയി കഴിഞ്ഞാലുണ്ടല്ലോ എല്ലാവർക്കും കൊടുത്തിട്ട് നമ്മൾ ലാസ്റ്റ് ഇങ്ങനെ സൊറ പറഞ്ഞിരുന്ന് കഴിക്കണതിൻ്റെ ഒരു ഫീല് അത് വേറെ തന്നെയാണ് അല്ലേ. അപ്പോൾ ഉമ്മാൻ്റെ സ്പെഷ്യൽ ചിക്കൻ ഫ്രൈ ആട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ ഇതാ ഇക്കയും എന്താ പറയുക കുട്ടികളും വാപ്പയൊക്കെ ഇരുന്നു കേട്ടോ. ഇനി ഞാനും താത്തയും ഉമ്മയും ഇരിക്കണം. പക്ഷെ ഞങ്ങൾ കുറേ കഴിഞ്ഞിട്ടാട്ടോ ഇരുന്നത്. പിന്നെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് പിള്ളേർ ഇതാ അവിടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇക്ക പോവുകയാണ് കേട്ടോ. ഇക്കാക്ക് പിറ്റേ ദിവസം ഇങ്ങനെ തമിഴ്നാട് പോകേണ്ട ഒരാവശ്യമുണ്ട്. അല്ലെങ്കിൽ ഇക്കയും കൂടെ ബ്രദറിനെ കൂട്ടിയിട്ട് വരാൻ വിചാരിച്ചിട്ടാണ് ഉണ്ടായിരുന്നത്. ബ്രദർ വരാൻ പോവായിരുന്നല്ലോ. ബ്രദർ വരുന്ന കാരണമാണ് നമ്മൾ വെള്ളിയാഴ്ച തന്നെ പോയത്. പിന്നെ വെള്ളിയാഴ്ച നമ്മൾ പള്ളിക്ക് പോണതിന് മുമ്പ് അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അയൻകുട്ടി റൊനി അവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഇതാ ഇക്കാക്ക് പോകാൻ സമയമായപ്പം മൂപ്പര് ചായ എല്ലാം കുടിച്ചിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഗേറ്റ് തുറന്നിട്ട് അവർക്ക് കിട്ടണേ ഇല്ല. അവസാനം ഉമ്മന്നെ പോയി. ഇനിയിപ്പോൾ മുറ്റമൊക്കെ ഒന്ന് ശരിയാക്കി എടുക്കാനുണ്ട്. ബാക്കിയൊക്കെ ഏറെക്കുറെ. പിന്നെ അടുക്കളയും കൂടെ നമ്മളൊന്ന് വലുതാക്കി എടുക്കണം. അതും കൂടെ ഒരു പ്ലാനിങ് ഉണ്ട് കേട്ടോ. അങ്ങനെ ഇതാ മൂപ്പര് പോയിട്ടുണ്ട്. പിന്നെന്താണ്, പിന്നെ ഞങ്ങൾ പോയി കുറേ നേരം റെസ്റ്റ് എടുത്തു. രാത്രി ഒരു 8 മണിയാകുമ്പോൾ നമ്മൾ വണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. റെസ്റ്റ് എടുത്ത ശേഷം നമ്മൾ എന്ത് ചെയ്തു, സമയമായപ്പോൾ റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനും കുട്ടികളും ഇത്തയും ഉമ്മയാണ് പോകുന്നത്. വാപ്പാക്ക് പിന്നെ അത്രയും ദൂരം യാത്ര ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് വരുന്നില്ല പറഞ്ഞു. അപ്പം നമ്മുടെ ആദ്യത്തെ ബിൽഡിങ്ങിൻ്റെ വേസ്റ്റുകളൊക്കെ ഫ്രണ്ടിലുണ്ട് കേട്ടോ. ഇനി അതെല്ലാം ശരിയാക്കിയിട്ട് വേണം നമുക്ക് മുറ്റൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാൻ. അങ്ങനെ ഇതാ വണ്ടി വന്ന് ഞങ്ങൾ പോവാണ്. വലിയ വണ്ടി തന്നെ ആക്കി, കാരണം ഇനി അവനും തിരിച്ച് വരണമല്ലോ. അപ്പോൾ നമ്മളിങ്ങനെ പോയി കോഴിക്കോട് കരിപ്പൂരിലാണ് കേട്ടോ അവൻ ഇറങ്ങുന്നത്. എത്ര 28-30 മണിക്കൂറൊക്കെ യാത്ര കഴിഞ്ഞിട്ടാണ് കേട്ടോ വരുന്നത്. ഭയങ്കര ക്ഷീണമുണ്ട് ആൾക്ക്. അങ്ങനെ ഞങ്ങൾ അവിടെ കറക്റ്റ് സമയത്ത് തന്നെ എത്തി. ഒരു അരമണിക്കൂറൊക്കെ ഞങ്ങൾ അവനെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു എന്നാണ് തോന്നുന്നത് കേട്ടോ. അത് പിന്നെ കുഴപ്പമില്ലല്ലോ, കുറച്ച് അവിടെ പോയിട്ട് വെയിറ്റ് ചെയ്താലും പ്രശ്നമില്ലല്ലോ. അങ്ങനെ ഇതാ ഞങ്ങൾ എയർപോർട്ടിൻ്റെ ആ ഒരു വെയിറ്റിംഗ് ഏരിയയിലോട്ട് പോയി. അവിടെ കുറേ സമയം നിന്ന് നോക്കുമ്പോൾ വന്നു. ഇതന്നെ കേട്ടോ എൻ്റെ ബ്രദർ മുഖമൊക്കെ പൊത്തിയിട്ടാണ് വരുന്നത്. അവനെ എക്സ്പെക്റ്റ് ചെയ്തിട്ടില്ല ഞാൻ വീഡിയോ എടുക്കുന്നുള്ളത് കേട്ടോ. ആൾ ഭയങ്കര ചമ്മലാണ്.
പിന്നെ ഇനിയിപ്പോൾ എന്താണ് അവന് ഫുള്ള് ഹുഡിയൊക്കെ ഇട്ടിട്ട് വന്നിട്ടേ അതൊക്കെ അഴിച്ചിട്ടോ നമ്മുടെ നാട് ഇന്ത്യ എത്തി ചൂട് എന്ന് പറഞ്ഞിട്ട് അഴിക്കില്ലേ അതേപോലെ അഴിച്ചിട്ടോ. അവിടെ പിന്നെ മൊത്തം തണുപ്പല്ലേ. പിന്നെ ഞങ്ങൾ നേരെ തിരിച്ച് ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ടാണ് കേട്ടോ ഇറങ്ങിയത്. പിന്നെ വേഗം വീട്ടിലോട്ട് പോയി. അവിടെ ഫുഡ് ഉണ്ടായിരുന്നു അവനക്ക് കഴിക്കാനുള്ളത്. പൊതുവേ വീട്ടിലോട്ട് എത്തിക്കഴിഞ്ഞാൽ അവിടുത്തെ ഫുഡ് കഴിക്കാനാണല്ലോ എല്ലാവർക്കും ഇൻട്രസ്റ്റ്. അങ്ങനെ ഞങ്ങൾ തിരിച്ചു വന്നു. എന്താ പറയുക, അവന് കയറി ഉപ്പാൻ്റെ അടുത്ത് സലാമൊക്കെ പറഞ്ഞു. പിറ്റേ ദിവസം രാവിലെയാണ് ഈ കാണുന്നത്. അയൻകുട്ടി കടയിൽ പോയ ദിവസം ഫസ്റ്റ് തന്നെ ലൈസൊക്കെ മേടിച്ചിട്ടാണ് വന്നിരിക്കണത് കേട്ടോ. പിന്നെ ഉമ്മ ഇടിയപ്പം മുട്ടക്കറിയും പിന്നെ പൊറോട്ട നമ്മൾ മേടിക്കുകയും ചെയ്തു. പിള്ളേർ അവിടെ ഇരുന്ന് ഫുള്ള് കളിയാണ് കേട്ടോ. പിന്നെ അവരൊക്കെ കഴിച്ച ശേഷം ഞങ്ങളിരുന്ന് കഴിക്കുകയാണ് കേട്ടോ ഇടിയപ്പം. അവൻ പിന്നെ നല്ല ഉറക്കമാണ്, എണിച്ചിട്ട് തന്നെയല്ല, നല്ല ക്ഷീണമാണ്. ആളൊരു 11:30-12 മണിയൊക്കെ ആയിട്ട് എണിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഞങ്ങളെല്ലാവരും ഇരുന്നു കുട്ടികളൊക്കെ കഴിച്ച ശേഷം ഞാൻ ഇടിയപ്പം മുട്ടക്കറി എടുത്ത് കഴിച്ചു. പിന്നെ അത് കഴിഞ്ഞ ശേഷം ഒരു പൊറോട്ട എടുത്ത് കഴിച്ചു. അതിന് ശേഷം പെട്ടി പൊട്ടിക്കൽ ചടങ്ങുണ്ടല്ലോ, അതും കൂടെ ഒന്ന് തീർക്കണ്ടേ. അപ്പോൾ പെട്ടിയൊക്കെ അവൻ ഓപ്പണാക്കി. കഴിഞ്ഞ പ്രാവശ്യത്തെ അത്രയ്ക്ക് അങ്ങോട്ട് ലഗേജൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്രാവശ്യം ഞങ്ങൾ എല്ലാവർക്കും അവന് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ബീഫ് ചെർക്കി പറഞ്ഞിട്ടൊരു സംഭവം കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അത് റോനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ എൻ്റെ ഹസ്ബൻഡിനും ഇഷ്ടമാണ്. ഞങ്ങൾക്കൊന്നും ഇഷ്ടമല്ല, ഞങ്ങളൊന്നും കഴിച്ചില്ല. പിന്നെ മിഠായി ധാരാളം കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ മിഠായിയൊക്കെ ഞങ്ങളൊക്കെ എല്ലാവരും എടുത്തു. പിന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും ബാഗൊക്കെയാണ് കേട്ടോ കൊണ്ടുവന്നിരുന്നത്. ഇത് എൻ്റെ ബാഗ്, ഉമ്മാൻ്റെ ബാഗ് കൊടുത്തു. പിന്നെ ഇത് താത്താൻ്റെ ബാഗ്, പിന്നെ അനിയത്തിയുടെ ബാഗ് ഇത്. അങ്ങനെ എല്ലാവർക്കും ബാഗ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ പെട്ടി പൊട്ടിക്കൽ ചടങ്ങൊക്കെ കഴിഞ്ഞ ശേഷം ഞങ്ങളിങ്ങനെ ഇറങ്ങാൻ പോകുമ്പോഴാണ് ഉമ്മാൻ്റെ അനിയത്തിൻ്റെ മോന് അവനെ കാണാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവനിരുന്ന് കഴിച്ചു. ഇതാണ് ഈ ബീഫ് ജെർക്കി. ബീഫിനെ എന്തോ ഡ്രൈ ആക്കിയിട്ട് ഒരു സ്നാക്ക് പോലെ ആക്കിയിട്ട് ഇവനക്ക് ഭയങ്കര ഇഷ്ടമായി. എനിക്കൊന്നും ഇഷ്ടമല്ല, എനിക്കും ഇഷ്ടമാണ്, എൻ്റെ ഹസ്ബൻഡിനും ഇഷ്ടമാണ് കേട്ടോ. എനിക്കൊന്നും ഭയങ്കരമൊന്നും ഇഷ്ടമായിട്ടില്ല. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വരുമ്പോൾ ഒന്ന് കഴിച്ചിരുന്നു. ഈ പെട്ടി പൊട്ടിക്കൽ ചടങ്ങ് ഉണ്ടാകുമ്പോഴേ ശരിക്കും പറഞ്ഞാൽ പഴയ കാലമായിട്ട് ഓർമ്മ വരിക. മാമന്മാരൊക്കെ ഗൾഫിൽ നിന്ന് വന്നിട്ട് വലിയ വലിയ കാർഡ്ബോർഡ് ബോക്സിലല്ലേ അന്നൊക്കെ സാധനങ്ങൾ കൊണ്ടുവരിക. കളർ പെൻസില്, ബാഗ്, അത് ഇത് ഒരുപാട് ഐറ്റംസ് അല്ലേ. അപ്പോഴത്തേക്കും നമ്മുടെ ചക്കരമണികൾ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവർ ശനിയാഴ്ച വന്നത്, വെള്ളിയാഴ്ച അവർക്ക് വരാൻ പറ്റിയില്ല. ഇതന്നെ എത്താൻ കുറേ വൈകി. അപ്പോൾ ഞങ്ങൾ ശരിക്കും പ്ലാൻ ചെയ്തിരുന്നത് ശനിയാഴ്ച ഈ പറഞ്ഞ പോലെ പുറത്തു പോകാൻ, എല്ലാവരുടെ വീട്ടിലും പോകാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തിരുന്നു. വണ്ടിയൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. വണ്ടി വരാനും ആയ സമയത്താണ് നമ്മൾ മൂത്തുമ്മാൻ്റെ വീട്ടിൽ വിളിച്ചപ്പോൾ മൂത്തുമ്മ അവിടെ ഇല്ല എന്ന് പറഞ്ഞത്. നമ്മൾ കാര്യമായിട്ട് കാണാൻ പോണ മൂത്തുമ്മാനെ ആയിരുന്നു കേട്ടോ. അപ്പോൾ കാണാൻ പോണ ആൾ അവിടെ ഇല്ല എന്ന് പറഞ്ഞപ്പോൾ പിന്നെ എന്ത് ചെയ്തു, നമ്മൾ വണ്ടിയൊക്കെ ക്യാൻസൽ ചെയ്തു. നമ്മൾ ഫുഡൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പോണ വഴിയിൽ നിന്ന് എവിടെയെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ ഞങ്ങൾ വേഗം ഡ്രസ്സൊക്കെ മാറ്റി നോക്കുമ്പോൾ കുറേ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞു കേട്ടോ. എന്നിട്ടാണ് ഇത് അറിഞ്ഞത്. അവിടെ ഭയങ്കര ഡാൻസാണ് കേട്ടോ, കണ്ടില്ലേ. ഇങ്ങനെ വണ്ടി വരുന്നില്ല എന്നുള്ളതൊക്കെ അറിഞ്ഞത് കേട്ടോ. ഇത് ഞാൻ മേടിച്ചു കൊടുത്ത ഡ്രസ്സാണ് മോളൂസിന്. നന്നായിട്ടുണ്ടോ? എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് അവൾക്ക് അത് ഇട്ടിട്ട്. അങ്ങനെ ഒരേപോലത്തെ ഡ്രസ്സ് ഞങ്ങൾ 3 പേരും ഇട്ട് കുറേ ഫോട്ടോഷൂട്ടൊക്കെ നടത്തി. നോക്കുമ്പോൾ വണ്ടി വന്നില്ല. പിന്നെ ഞങ്ങൾ തൊട്ടടുത്തുള്ള നമ്മുടെ അലനല്ലൂരുള്ള ഒരു കടയിൽ ഒരു മന്തി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അൽഫാം മന്തി, ബീഫ്, ഫിഷൊക്കെ കേട്ടോ. അപ്പോൾ അതെല്ലാം കഴിച്ച് റെസ്റ്റ് എടുത്ത് കഴിഞ്ഞപ്പോൾ ആണ് നമ്മൾ ചക്ക മുറിച്ചില്ല എന്നുള്ള ഓർമ്മ. ഫസ്റ്റ് ചക്കയാണ് കേട്ടോ ഈ വർഷത്തെ. ഭയങ്കര ടേസ്റ്റ്, അതിനെക്കാട്ടിലും മധുരവും. ചക്കയ്ക്ക് ഒരു ബലം വേണമല്ലോ, ആ ബലം ഒക്കെ ആയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. വെറുതെ പറയില്ല, ഭയങ്കര ടേസ്റ്റ്, കൊതിപ്പിക്കാൻ പറയില്ല കേട്ടോ. അതെല്ലാം കഴിഞ്ഞ് ചക്ക കഴിക്കലും കഴിഞ്ഞ് മോളൂസിന് ബുക്ക് വേണം, പെന്ന് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ മേടിച്ച് അവളുടെ പേരൊക്കെ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. നെയ്റ്റ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ നെയ്റ്റ് ഉച്ചയ്ക്ക് ഉണ്ടാക്കിയ ഫുഡ് ബാക്കി ഉണ്ടായിരുന്നു. എന്നിട്ടും ബ്രദറിന് ബ്രോസ്റ്റ് വേണം പറഞ്ഞിട്ട് ബ്രോസ്റ്റ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ബ്രോസ്റ്റ് എല്ലാം കഴിച്ച് പെപ്സി എല്ലാം കുടിച്ച് ഫുള്ള് ഫുഡിങ് ആയിരുന്നു കേട്ടോ. പിന്നെ പിറ്റേ ദിവസം രാവിലെയാണ് ഈ കാണുന്നത്. അവന് കണ്ടില്ലേ, അവൻ്റെ ഫേസ് കാണണ്ട പറഞ്ഞിട്ടേ അവന് മറച്ചു വെച്ചിട്ടാട്ടോ വെള്ളം കോരണേ.
മൊത്തത്തിൽ വീട്ടിലുള്ള വ്ളോഗ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ബഹളവും കോമഡിയും ഒക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഞങ്ങൾ ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. സിസ്റ്ററിൻ്റെ ബിരിയാണിയാണ്. എപ്പോഴും ചോദിക്കുക എൻ്റെ അടുത്ത് റെസിപ്പി. അപ്പോൾ ഞാൻ കഷ്ടപ്പെട്ട് റെസിപ്പി എടുത്തിട്ടുണ്ട്. ഇവിടെ ഓയിലും നെയ്യും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് വെളുത്തുള്ളിയും വലിയ ഉള്ളിയും കൂടെ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ, പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ബിരിയാണി പോട്ടിൻ്റെ പാത്രത്തിൽ തന്നെ ഈ ഒരു സംഭവം ചെയ്യാത്തത് ഒരു റീസൺ ഉണ്ട്. അത് നമ്മൾ വഴിയെ പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ ഇത് വലിയ ഉള്ളിയൊക്കെ ഇട്ട് കൊടുത്ത് ഏകദേശമൊക്കെ ഒന്ന് ആവാനാവുമ്പോൾ നമ്മൾ ഇതിലോട്ട് പുതിന ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ല ഫ്ലേവറാണ്. അപ്പോൾ ഇതുപോലെ തന്നെ ഉണ്ടാക്കി നോക്കുക കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ബിരിയാണി കേട്ടോ. പിന്നെ നമ്മൾ ഒന്നായ പിന്നെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് സ്പൈസസ് ഒക്കെയാണ് കേട്ടോ. അപ്പോൾ അതിന് മുമ്പ് ക്യാഷ്യൂ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് മുന്തിരി ചേർത്ത് കൊടുക്കുക. ഉണ്ട്. ഇതൊന്നായി പിന്നെ നമ്മൾ മുന്തിരി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ചെയ്യാത്ത റെസിപ്പി ആയതുകൊണ്ട് കേട്ടോ എനിക്ക് ചെറിയൊരു കൺഫ്യൂഷൻ വരുന്നത്. അപ്പോൾ മുന്തിരി ആയി പിന്നെ എല്ലാ സ്പൈസസും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിലോട്ട് വലിയ ജീരകം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ കറിവേപ്പിലയും ചേർത്ത് കൊടുത്തിട്ട് ഏകദേശം ഈ ഒരു കളറിൽ നമുക്കിത് മാറ്റി വെക്കണം കേട്ടോ. അപ്പോൾ ആ ഓയിൽ നമ്മൾ മാറ്റി വെക്കണം കേട്ടോ. പിന്നെ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് എല്ലാ സ്പൈസസും ചേർത്ത് കൊടുക്കണം. ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള പട്ട, ഗ്രാമ്പൂ, ഏലക്ക അങ്ങനത്തെ ഉള്ള എല്ലാം ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ ഇവിടെ വലിയുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. സെയിം തന്നെയാണ്. വലിയുള്ളിയൊക്കെ ഒരു 5 എണ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ പച്ചമുളക് കീറിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 6 വലിയുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. ആ ഒരു സമയം കൊണ്ട് ഞാനിവിടെ ചിക്കൻ ഫ്രൈയിലോട്ടുള്ള മസാലയൊക്കെ റെഡിയാക്കി എടുക്കുന്നുണ്ടായിരുന്നു. സാലഡ് റെഡിയാക്കി എടുക്കണം. അങ്ങനത്തെയൊക്കെ പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ മസാല ഉള്ളി ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ലെവലിലായി വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിലോട്ട് വേണ്ടത് മല്ലിയിലയും ഈ നമ്മുടെ പുതിനയൊക്കെ കൊത്തിയരിഞ്ഞതല്ലേ, അപ്പോൾ അതൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് അതൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിനി പൊടികളൊക്കെ ചേർത്ത് കൊടുക്കണം. അതിന് മുമ്പായിട്ട് തക്കാളി ഒന്ന് ചേർത്ത് കൊടുക്കണം. ഒന്ന് ഇളക്കി എടുത്തിട്ടുണ്ട്. തക്കാളി ഈ പറഞ്ഞ പോലെ ഒരു 6 എണ്ണമാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. മസാല കുറവാണ് കേട്ടോ നമ്മുടെ ബിരിയാണിയിൽ. ഈ പറഞ്ഞ പോലെ 2 കിലോ ബിരിയാണിയാണ് കേട്ടോ നമ്മൾ വെക്കുന്നത്. അപ്പോൾ 6 തക്കാളിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഈ പറഞ്ഞ പോലെ 3-4 സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ വീഡിയോ എടുക്കാൻ വേണ്ടി മറന്നു കേട്ടോ. പിന്നെ പുറത്താണ് നമ്മൾ അരി വേവിച്ചെടുക്കുന്നത്. അടുപ്പിൽ വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പോൾ അരി വേവിച്ച് വെള്ളം തിളക്കുമ്പോഴത്തേക്കും ഇവിടെ ക്യാരറ്റും പിന്നെ ഹോൾ സ്പൈസസും വലിയ ജീരകം പിന്നെ നാരങ്ങ പിഴിഞ്ഞതും കറിവേപ്പിലയും ഇതിലോട്ട് 1 സ്പൂണ് വെളിച്ചെണ്ണയും കൈ വെച്ച് നന്നായി തിരുമ്മിയ ശേഷം ആ വെള്ളത്തിലോട്ട് ഈ സാധനങ്ങളൊക്കെ ഇട്ട് കൊടുക്കണം. ഇനി ഈ വെള്ളത്തിലാണ് നമ്മൾ അരി വേവിച്ചെടുക്കുന്നത്. മനസ്സിലായോ? ഉപ്പും ചേർത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് അടച്ച് വെക്കുക. അടച്ച് വെച്ചിട്ട് തിളക്കണ നേരത്ത് നമ്മൾ അരി കഴുകി വാരിയത് ചേർത്ത് കൊടുക്കുക. മസാല ഇതങ്ങനെ ആയി വന്നിട്ടുണ്ട്. ഒന്നും കൂടി അടച്ച് വെച്ചിട്ടുണ്ട്. നന്നായിട്ടൊന്ന് അലിഞ്ഞ് ചേരട്ടെ തക്കാളിയൊക്കെ. പിന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടിയും ചേർത്തിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. പിന്നെ അവൾ തന്നെ വീട്ടിൽ പൊടിച്ച ഗരം മസാലയും ചേർത്തിട്ടുണ്ട്. അതിൻ്റെ അളവ് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. നിങ്ങൾ ചേർക്കുന്ന ഒരു രീതിയിൽ ചേർത്താൽ മതി കേട്ടോ. പിന്നെ ഒരു 2 കിലോ നമ്മുടെ ചിക്കനും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ബിരിയാണി പീസാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നന്നായിട്ട് ഇങ്ങോട്ട് ഇളക്കിയിട്ട് അങ്ങ് അടച്ച് വെക്കുക കേട്ടോ. അപ്പോൾ ഇത് വേവാനുള്ള വെള്ളമൊക്കെ ഇത് തന്നെ വരും കേട്ടോ. അത് മറക്കണ്ട, വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കരുത്. അതിന് ശേഷം നമ്മൾ നാരങ്ങ ഒരു നാരങ്ങ ഫുള്ള്, 1.5 വേണ്ട, ഒരു നാരങ്ങ ഫുള്ള് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ തൈരും ഏകദേശം 1 ഗ്ലാസ്സിന് തൈര് എടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ ചോറ് ഇവിടെ വെന്തിട്ടുണ്ട്. എല്ലാം ഊറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ പണ്ടുള്ളവർ പറയണ പോലെ ഈ അടുപ്പിൽ അങ്ങോട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെയല്ലേ. പിന്നെ മസാലയ്ക്ക് വന്ന ശേഷം അവൾ കുറച്ച് മല്ലിയിലയും പുതിനയും കൂടെ കട്ട് ചെയ്തും കൂടി ചേർത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ പിള്ളേരെ ഭയങ്കര തൈര് കഴിക്കലും ഉള്ളി കഴിക്കലും. അവളുടെ മക്കൾ പൊതുവേ തൈര്, ഉള്ളി, തക്കാളി ഇതൊക്കെ നന്നായി കഴിക്കും കേട്ടോ. ഫ്രൂട്ട്സൊക്കെ നന്നായി കഴിക്കും. എൻ്റെ മക്കൾക്ക് തീരെ ഇല്ലാത്ത സ്വഭാവമാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ദമ്മിടാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇറച്ചിയിലോട്ട് 2 ലെയറായിട്ടാണ് ഇടുന്നത്. ഇറച്ചി 1 ലെയർ മാത്രം. ചോറ് ആദ്യം ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഗരം മസാലയും കുരുമുളക് പൊടിയും ചേർത്തി കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിലോട്ട് മല്ലിയിലയും പുതിനയൊക്കെ കൊത്തി അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കണം. ഈ ഒരു പ്രോസസ്സാണ് കേട്ടോ എനിക്ക് ഈ ദം ബിരിയാണിയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടതും കാണാൻ ഭംഗിയുള്ളതും ആയിട്ടുള്ള ഒരു സംഭവം കേട്ടോ. ഭയങ്കര ഒരു ഇതാണ്. ഈ ഒഴിക്കുന്ന എണ്ണ നമ്മൾ നേരത്തെ പൊരിച്ച് വെച്ചില്ലേ ഉള്ളി,
ആ എണ്ണയാണ് കേട്ടോ ഈ ഒഴിച്ചുകൊണ്ടിരിക്കുന്നത്. ആ എണ്ണ കംപ്ലീറ്റ് നമ്മളിതിൽ 2 ലെയറിൽ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. എണ്ണയും നെയ്യും കൂടെ നമ്മൾ ആക്കി കൊടുത്തില്ലേ അത്. അപ്പോൾ നല്ല ഫ്ലേവർ ആയിരിക്കും കേട്ടോ റൈസിന്. അപ്പോൾ ഇതാ നമ്മൾ രണ്ടാമത്തെ ലെയർ ഇട്ട് കൊടുത്തിട്ട് സെയിം പ്രോസസ്സ് തന്നെ അങ്ങ് ചെയ്തെടുക്കുക കേട്ടോ. അതായത് നമ്മുടെ ഗരം മസാല, കുരുമുളക് പൊടി, വറുത്ത എല്ലാ ഐറ്റംസും, പിന്നെ മല്ലിയില ഇതൊക്കെ കൊത്തി അരിഞ്ഞത്, പിന്നെ നമ്മൾ മാറ്റി വെച്ച ഓയിലും ഗീയും കൂടെ ഇല്ലേ, ഉള്ളി പൊരിച്ചെടുത്തില്ലേ, അതും കൂടെ അങ്ങ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ടൊരു 10-15 മിനിറ്റൊക്കെ നമ്മൾ ദമ്മ് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഈ ഒരു ബിരിയാണിയിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് അരിയുടെ വേവന്നെയാണ് അല്ലേ. അപ്പോൾ ഇതാ നമ്മളിതെല്ലാം കഴിഞ്ഞ് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ തീക്കനൽ പിന്നെ നമ്മുടെ അടുപ്പിൻ്റെ താഴെ ഉണ്ടാവുമല്ലോ. കുറച്ച് നേരം എനിക്ക് അടുപ്പിൻ്റെ അടുത്ത് നിന്നപ്പോൾ എൻ്റെ കണ്ണൊക്കെ വെള്ളം നിറഞ്ഞ്, തീരെ പരിചയമില്ലല്ലോ എനിക്ക് അടുപ്പിൻ്റെ അടുത്ത് നിന്നിട്ട്. എന്താ പറയുക, കണ്ണൊക്കെ വെള്ളം നിറഞ്ഞ് ഫുള്ള് കണ്ണിന്നൊക്കെ വെള്ളം വരിയിരുന്നു കേട്ടോ, പുകയൊക്കെ തട്ടിയിട്ട്. അപ്പോൾ ഇതാ കനൽ കോരിയിട്ടിട്ടുണ്ട്. മേലെന്നും താഴെന്നും ഒരേപോലെ ചൂട് കിട്ടണം അത്ര. അതാണ് ഇത്ര ദം ബിരിയാണി. ഓക്കെ, അപ്പോൾ ഇതാ നമ്മൾ അങ്ങനെ ആക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെന്താണ്, ഇനിയിപ്പോൾ എന്താ, ദമ്മ് പൊട്ടിക്കണം. ഇക്കയും റിഹാനും വരാനും ആയിട്ടുണ്ട്. അപ്പോൾ കുളിയെല്ലാം കഴിഞ്ഞ് ഇങ്ങനെ സിറ്റ് ഔട്ടിൽ പോയിരുന്നു. വിശാലമായ സിറ്റ് ഔട്ട് ഉണ്ടായപ്പോൾ പിള്ളേർക്കൊക്കെ ഇപ്പോൾ കളിക്കാൻ ഭയങ്കര ഇതായിരുന്നു കേട്ടോ, ഭയങ്കര സുഖമായിരുന്നു. മുറ്റം കൂടെ ഒന്ന് ശരിയാക്കി എടുക്കണം. അപ്പോൾ പിന്നെ പിള്ളേർക്ക് ചളി ഇല്ലാണ്ട് കളിക്കാൻ പറ്റും. മറ്റേ ഭയങ്കര പൊടിയല്ലേ, സിറ്റ് ഔട്ടിലൊക്കെ പെട്ടെന്ന് തന്നെ ചളിയാവുന്നുണ്ട്. അങ്ങനെ ഇതാ അവൾ ഇങ്ങോട്ട് പോകണം പറഞ്ഞപ്പോൾ കയറി നിന്നതാണ് കേട്ടോ. പിന്നെ കൊണ്ടുപോയില്ല പറഞ്ഞപ്പോൾ അവിടെ തന്നെ നിന്നു. അങ്ങനെ അവൾ അത്താനെ വെയിറ്റ് ചെയ്യാണ്. അവൾക്ക് ഈ വീട്ടിലെ ഏറ്റവും ഇഷ്ടം ആരിനെ ചോദിച്ചു കഴിഞ്ഞാൽ അത്താനെന്നാണ് കേട്ടോ പറയാറ്. ഭയങ്കര കാര്യമാണ് അത്താനെ. അതേപോലെ ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ ഭയങ്കര സങ്കടമാണ് കേട്ടോ, മുഖത്തേക്കേ നോക്കൂല ആരുടെ, അത്രയും സങ്കടമാണ് ആൾക്ക്. അങ്ങനെ ഇതാ ഭയങ്കര ഡാൻസും ഒക്കെ ആയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ രണ്ടുപേരും കൂടെ. പിന്നെന്താ, ഇനിയും നമുക്ക് കുറേ കസിൻസിന് ഫാമിലി തറവാട്ടിൽ മാമന്മാരുടെ അവിടെ ഒക്കെ പോകണം. അപ്പോൾ ഇക്ക വന്നിട്ട് ഫുഡ് കഴിച്ചൊന്ന് റെസ്റ്റ് എടുത്ത് ഈവനിങ് പോവാമെന്ന് വിചാരിച്ചിട്ടിരിക്കുകയാണ്. കുട്ടികളൊന്നും കൊണ്ടുപോകണില്ല കേട്ടോ അപ്പോൾ പോകുമ്പോൾ. അപ്പോൾ ചുറ്റുമുള്ള ഈ ഒരു സംഭവങ്ങളൊക്കെ നമ്മൾ നേരത്തെ സിറ്റൗട്ട് പൊളിച്ചതിൻ്റെയാണ് കേട്ടോ. അങ്ങനെ പെട്ടെന്ന് അവൻക്ക് ആവോലി ഫിഷ് ഫ്രൈ വേണം പറഞ്ഞിട്ട് മേടിച്ചിട്ട് വന്നതാണ്. അപ്പോൾ അതും കൂടെ ഉമ്മന്ന് മസാലയൊക്കെ ആക്കിയാണ്ട് ഫ്രൈ ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ബീഫ് ഫ്രൈ, ചിക്കൻ ഫ്രൈ, അങ്ങനെ മൊത്തത്തിൽ അങ്ങ് ആഹാരം കൂടിപ്പോയി. അങ്ങനെ ഇക്ക വന്ന് ഇക്കാൻ്റെ അടുത്ത് ഞാൻ ഇപ്രാവശ്യം മിഠായി ഒന്നും കൊണ്ടുവരരുത്, ഫുള്ള് നമുക്ക് പാൽപ്പണിയാരം വേണം പറഞ്ഞിട്ട് അത് മാത്രമാണ് കേട്ടോ എടുത്തിട്ട് വന്നത്. ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ. നമ്മുടെ ഈ ഒരു ഭാഗത്ത് അത് കിട്ടില്ല, പാൽപ്പണിയാരം കിട്ടില്ല. നമ്മുടെ കുഴലപ്പല്ലേ അത് മധുരമുള്ളത്, ഇവിടെ ഫുള്ള് സോൾട്ടായിട്ടുള്ളതാണ് കേട്ടോ കിട്ടുക. അങ്ങനെ ഇതാ അവൻ്റെ താടിയൊക്കെ നോക്കണ്ടോ, സിസ്റ്റർ താടിയൊക്കെ വന്നല്ലോ. ഏകദേശം ജുനുവിൻ്റെ, എൻ്റെ ബ്രദറിൻ്റെയൊക്കെ അടുത്ത് അവൻ എത്തിയിട്ടുണ്ട്. കണ്ടില്ലേ, ഹൈറ്റ് ചെറിയ വ്യത്യാസമേ ഉള്ളൂ. അങ്ങനെ ഇതാ ഇനിയിപ്പോൾ നമ്മൾ കുറച്ച് നേരം ഒക്കെ വർത്താനം പറഞ്ഞ് ഫുഡെല്ലാം കഴിക്കണം. ദമ്മ അവിടെ പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു വാപ്പാക്ക് ചോറെടുത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടേ. വാപ്പാക്ക് ഷുഗർ ആയതുകൊണ്ട് കറക്റ്റ് ടൈമിന് തന്നെ കൊടുക്കണം. അപ്പോൾ ഇതാ ദമ്മ എന്തായാലും ഒന്നും കൂടി പൊട്ടിക്കണ വീഡിയോ കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് കാണിക്കുകയാണ്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ റൈസ് എടുത്ത് മാറ്റി മിക്സ് ചെയ്തിട്ട് എടുക്കണമല്ലോ. നമ്മുടെ ഈ ഒരു ബിരിയാണിയിൽ അതല്ലേ ഏറ്റവും മെയിൻ. പിന്നെ ഇതാ ആവോലി ഫ്രൈ കട്ട് ചെയ്യാണ്ട് വറുക്കണം പറഞ്ഞിട്ട് അതും വറുത്തെടുത്തിട്ടുണ്ട്. ഇനി എല്ലാം കൊണ്ടുവച്ച് എല്ലാവരും കൂടി ഇരുന്ന് ഫുഡൊക്കെ കഴിച്ച് ഒന്ന് റെസ്റ്റ് എടുത്ത് വൈകുന്നേരം പോകണം, അത്രയൊക്കെ തന്നെ. അങ്ങനെ ബിരിയാണി പൊട്ടിക്കുമ്പോൾ കുട്ടികൾ ചുറ്റുമുണ്ട്, ഓരോ എനിക്ക് വേണം എന്ന് പറഞ്ഞിട്ട് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ പ്ലേറ്റ് എല്ലാം കൊണ്ടുവച്ചിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ അവരൊക്കെ അങ്ങ് ആദ്യം ഇരുത്തി, പിന്നെ ഞങ്ങൾ രണ്ടാമത് ഇരിക്കാമെന്ന് വിചാരിച്ചു. ഉപ്പ പിന്നെ കഴിച്ചു കഴിഞ്ഞു. അങ്ങനെ ഓരോന്ന് സീഡി മുള്ളൻ പറഞ്ഞിട്ടുള്ള ഒരു ഫിഷും ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ചിക്കൻ ഫ്രൈയും എല്ലാം കൂടെ നമ്മൾ കൊണ്ടുവച്ചു. ബീഫും ഉണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ കൂടെ. പിന്നെ ഇക്കാക്ക് മുളക് വറുത്തതില്ലാണ്ട് ഒരു ചിക്കൻ ഫ്രൈ ഇല്ലല്ലോ. അങ്ങനെ ഇതാ നമ്മൾ ബിരിയാണിയൊക്കെ ഒന്ന് വിളമ്പി കൊടുത്തു. ബിരിയാണിയുടെ റെസിപ്പി ഞാൻ കാണിച്ചത് തന്ന പോലെ ഉണ്ടാക്കി നോക്കുക. പിന്നെ ഞാൻ അതിൻ്റെ ചെറിയ വീഡിയോ ആയിട്ട് എന്തായാലും അപ്ലോഡ് ചെയ്യാം കേട്ടോ, മറക്കില്ല. അങ്ങനെ അവർ കഴിക്കണ സമയത്ത് തന്നെ കറണ്ടും പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ എല്ലാവരും കൂടെ ഇരുന്ന് കഴിച്ച്, മോള് ഇവിടെ ഇരുന്ന് കഴിക്കുകയാണ്, ഫോണും നോക്കിയിട്ടാണ് മോള് കഴിക്കുന്നത്. അങ്ങനെ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ ഫുഡ്. ഞാൻ ലെഗ് പീസ് തന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ. ബീഫും ചിക്കനും ഒക്കെ ആയിട്ട് നമ്മളങ്ങ് ഫുഡെല്ലാം കഴിച്ച് ലാസ്റ്റ് ഓരോ ചോക്കോബാറും കൂടെ കഴിച്ച് എന്താ പറയുക, ബാക്കിയുള്ള പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോൾ പിള്ളേർ ഇവിടെ കണ്ണുപൊത്തി കളിയല്ല,
ഇതിനെന്താ സാറ്റ് കളി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. പണ്ട് ഞങ്ങൾ തറവാട്ടിലേ ഒന്നിച്ചു കൂടുമ്പോൾ ഉള്ള കളികളാണ് കേട്ടോ ഈ സാറ്റ് കളി, പോലീസ് കളി, പൊത്തിക്കളി. അയൻകുട്ടി ഒളിഞ്ഞിരിക്കണണ്ടില്ലേ, അവിടെയാണ് കേട്ടോ അയൻ ഒളിഞ്ഞിരിക്കണത്. അങ്ങനെ കുറച്ച് നേരം അവരൊക്കെ കളിച്ചു. ഭയങ്കര ആക്റ്റീവായിരുന്നു കേട്ടോ. വീട് മൊത്തം ആൾക്കാരൊക്കെ ആയിട്ട്. ഇപ്പം ഇനി നാളെ സിസ്റ്ററും കൂടിയും പോയി കഴിഞ്ഞാൽ പിന്നെ വീട്ടിൽ ആരും ഉണ്ടാവില്ല, ഉമ്മയും ഉപ്പയും മാത്രമായിട്ട്. ആകെ ഷോക്കാവും കേട്ടോ. ഞങ്ങളെല്ലാവരും കൂടി വന്നു കഴിഞ്ഞാൽ പിന്നെ എല്ലാവരുടെയും കച്ചറയായിരിക്കും. അങ്ങനെയായിരിക്കും കേട്ടോ വീട്. പിന്നെ ഇതാ അവളെന്തോ ദേഷ്യം വന്നിട്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ മാത്രം പോണില്ല ദേഷ്യമാണ്. ഞങ്ങൾ കുഞ്ഞിനെയും കൊണ്ടുപോയി, പിന്നെ ഞങ്ങൾ മാത്രം പോയി. അതായത് ഞാൻ, താത്ത, ഞങ്ങൾ 3 പേരും ഒരേപോലത്തെ ഡ്രസ്സ് ഇട്ടു കേട്ടോ. എന്നിട്ട് ടൗണിൽ ഇറങ്ങിയപ്പോൾ എല്ലാവരും നോക്കിയിരുന്നു, എന്ന് പറഞ്ഞിട്ട് കേട്ടോ, യൂണിഫോം പോലെ. അപ്പോൾ അവരെ കണ്ണിൽ പൊടിയിട്ട് അവിടെ ഇരുത്താൻ വേണ്ടി ഞങ്ങൾ ലൈസൊക്കെ മേടിച്ചു കൊടുത്തു. മോള് ഉറക്ക ക്ഷീണത്തിലാണ് കേട്ടോ. മോള് മാത്രം വന്നു കേട്ടോ ഞങ്ങളുടെ കൂടെ. പിന്നെ ഞാനും അനിയത്തി, താത്തയും, ബ്രദറും, ഇക്കിയും, പിന്നെ ഉമ്മാനെയും കൂട്ടിയിട്ട് പോയി. ഉപ്പിയും പേരക്കുട്ടികളും അവിടെ ഇരുന്നു. ഞങ്ങൾ വരുമ്പത്തിന് എന്താവും എന്നൊന്നും അറിയില്ല, അങ്ങനെ ഇരുത്തി. ഉമ്മ പിന്നെ വേഗം പർദ്ദ എടുത്തിട്ടു കേട്ടോ. അങ്ങനെ ഇതാ ഞങ്ങൾ റെഡിയായി. ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് കഴിയട്ടെ, എന്നിട്ട് ഞാൻ ഇറങ്ങാമെന്ന് ഇക്കാൻ്റെ വക കേട്ടോ. ഞാൻ പറഞ്ഞു എല്ലാം കഴിഞ്ഞു, വേഗം ഒന്ന് ഇറങ്ങിയും പറഞ്ഞിട്ട് അങ്ങനെ ഇറക്കി. ഇനി ഞങ്ങൾ ആദ്യം തന്നെ തറവാട്ടിലാണ് കേട്ടോ പോണത്. അതായത് ഉമ്മാൻ്റെ വീട്ടിലോട്ടാണ് ആദ്യം പോയത്. പിന്നെ ഞങ്ങളുടെ ഫാമിലി മൊത്തം കറങ്ങണമെങ്കിൽ ഒരു 3 ദിവസമെങ്കിലും വേണം കേട്ടോ. അത്രയും ആൾക്കാരാണ് നമ്മുടെ ഫാമിലി മൊത്തം. അപ്പോൾ നമ്മൾ എമർജൻസി ആയിട്ടുള്ള ഭാഗത്തേക്കൊക്കെ അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു. കുട്ടികളോടൊക്കെ ടാറ്റ ബൈ ബൈ പറഞ്ഞ് ഞങ്ങൾ പോവാണ്. ടൗണിൽ ഇറങ്ങിയിട്ട് നമ്മൾ കുറച്ച് ഫ്രൂട്ട്സും സ്നാക്സ് എന്ന് പറയാനില്ല, ജസ്റ്റ് ഒരു ബിസ്ക്കറ്റ് കാര്യങ്ങൾ. ഷുഗർ ആയതുകൊണ്ട് വലിയ ഇതൊന്നും കഴിക്കാൻ പറ്റില്ല. അപ്പം നമ്മൾ കുറച്ച് അങ്ങനത്തെയൊക്കെ മേടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ എന്നോട് നമ്മുടെ വീട് കണ്ണംകുണ്ടാണോ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇതാണ് കറക്റ്റ് കണ്ണംകുണ്ട് എന്ന് പറയുന്ന പ്ലേസ് കേട്ടോ. നമ്മുടെ കുറച്ചും കൂടി മേലെ ചുണ്ടോട്ട് കുന്ന്, കൈരളി ആ ഒരു ഭാഗത്തൊക്കെ ആയിട്ടാണ് കേട്ടോ വരുന്നത്. അങ്ങനെ ഞങ്ങൾ 3 പേരും കൂടെ ഒരേപോലത്തെ ഡ്രസ്സ് എടുത്ത് ടൗണിലൊക്കെ ഇറങ്ങി. ആൾക്കാരൊക്കെ ഇങ്ങനെ എത്തി നോക്കിയിരുന്നു, ഇതെന്താ എന്ന് പറഞ്ഞിട്ട്. പിന്നെ അവിടുന്ന് സാധനങ്ങളൊക്കെ മേടിച്ച് ഇനിയിപ്പോൾ ഉമ്മാൻ്റെ വീട്ടിൽ പോകണം. പിന്നെ അവിടുന്ന് 2 അമ്മമാരുടെ വീട് തന്നെ അടുത്തുണ്ട്, അവിടെയും പോകണം. ഇനിയിപ്പോൾ ഞങ്ങളെ വീട്ടിൽ വന്നില്ല, അവിടെ വന്നില്ല, എവിടെ വന്നില്ല എന്നുള്ള പരാതികളൊന്നും വേണ്ട, സമയമില്ല. പിന്നെ ബ്രദർ പാകും പോലെ വന്നോളും. ഞങ്ങൾക്ക് ഇത്രയും സമയം ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഇനിയിപ്പോൾ വരണം എന്നുണ്ടെങ്കിൽ 2 months വെക്കേഷന് വരാം കേട്ടോ, ഇൻഷാല്ലാ. അങ്ങനെ നമ്മൾ തറവാട്ടിലെത്തി. തറവാട് എന്നൊക്കെ പറയുമ്പോൾ ശരിക്കും ഒരു ന്യൂസ്റ്റു ഫീലാണ് അല്ലേ. ഇപ്പോൾ ആരുമില്ല, പണ്ട് എല്ലാവരും ഉണ്ടായിരുന്നതാണ് കേട്ടോ. അങ്ങനെ ഇതാ ഉമ്മൂമ്മയാണ്, ഉപ്പൂപ്പ മരിച്ചു, ഉമ്മൂമ്മയാണ് കേട്ടോ ഉള്ളത് ഇപ്പോൾ അവിടെ. പിന്നെ ഞാൻ കൂടുതലായിട്ടൊരു കാര്യം പറയണം എന്ന് വിചാരിച്ചത്, ഇത് നമ്മൾ തറവാട്ടിൽ തന്നെയുള്ള ഒരു പ്ലേസാണ്. നമ്മളിത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ ഇൻസ്റ്റ വഴിയോ അല്ലെങ്കിൽ ഞാൻ ഈ ഒരു വീഡിയോൻ്റെ താഴെ ഒരു നമ്പർ കൊടുക്കുക, ആ ഒരു ഇതിൽ കോണ്ടാക്ട് ചെയ്യുക, എന്തെങ്കിലും ചെയ്താൽ മതി കേട്ടോ. 2 ഏക്കർ ഫുള്ളില്ല, 190 റോഡ് സൈഡിലാണ് സംഭവം ഉള്ളത്. ഇത് മെയിൻ റോഡാണ്. പിന്നെ ഈ ഒരു മണ്ണ് റോഡ് വരെ ഉണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല ഏരിയ ഉണ്ട്, നല്ല സ്ഥലമാണ്. അപ്പോൾ ഇത് കൊടുക്കാനുള്ളൊരു പ്ലാൻ ഉണ്ട്. നമ്മൾ കറക്റ്റായിട്ടുള്ള രീതിയിൽ ബഡ്ജറ്റും കാര്യങ്ങളൊക്കെ ഒത്തു വരുന്ന ആൾക്കാർ വരികയാണെങ്കിൽ ഇൻഷാല്ലാ നമ്മൾ എന്തായാലും കൊടുക്കും. അങ്ങനെയുള്ള ആൾക്കാരുണ്ടെങ്കിൽ എന്തായാലും നമ്മുടെ ഇതിൽ ഫോൺ നമ്പർ കൊടുക്കണതിൽ ഒന്ന് കോണ്ടാക്ട് ചെയ്യുക കേട്ടോ. എൻ്റെ ബ്രദറിൻ്റെയോ എൻ്റെ ബ്രദറിൻ്റെ അല്ല, കസിൻ ബ്രദറിൻ്റെ ആരുടെയെങ്കിലും നമ്പർ ഞാൻ കൊടുക്കുക കേട്ടോ ഇതിൽ. അപ്പോൾ ഒന്ന് കോണ്ടാക്ട് ചെയ്താൽ മതി. അപ്പോൾ ഇത് നല്ല പ്ലേസാണ്. ഇപ്പോൾ കാടൊക്കെ വെട്ടി പിന്നെ തെങ്ങും ഒക്കെ ഉണ്ട് കേട്ടോ അതിൽ. തറവാടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്. അങ്ങനെ ഒക്കെ തന്നെ. അപ്പോൾ ഇതാ പ്ലേസ് ഞാൻ പിന്നെ എടുക്കുകയാണ്. നമ്മൾ ഇരുട്ടായിരുന്നു കേട്ടോ, വെളിച്ചത്തിൽ എടുത്തു കഴിഞ്ഞാൽ ഒന്നുകൂടി കാണാൻ പറ്റുമായിരുന്നു. ഈ കാണുന്നത് നമ്മുടെ തറവാടാണ് കേട്ടോ. പിന്നെ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ വീടുകളും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതാ ഇത്ര തന്നെ ഉള്ളൂ. പിന്നെ നമ്മൾ അവിടുന്ന് നേരെ ഇറങ്ങിയിട്ട് നേരെ പോയത് മാമൻ്റെ വീട്ടിലോട്ടാണ് കേട്ടോ. ഉമ്മമാൻ്റെ അടുത്തൊക്കെ യാത്രയൊക്കെ പറഞ്ഞ് തൊട്ടപ്പുറത്ത് തന്നെ ഉണ്ട് 2 മാമന്മാരുടെ വീടുണ്ട്. ഇനി അങ്ങോട്ട് പോകണം. അവിടെ പോയിട്ട് കുറച്ച് നേരം അവിടെ ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞ് പഴയ കാര്യങ്ങളൊക്കെ വീണ്ടും പറഞ്ഞ് നല്ല രസമല്ലേ അതൊക്കെ. പണ്ടത്തെ ഒരു കാലം പറയുന്നത് നമ്മുടെ 19 കിഡ്സിനുള്ളൂ അല്ലേ അതിൻ്റെ ഒരു ഇതറിയുള്ളൂ. 2K കിഡ്സിനൊന്നും ഒന്നും അറിയില്ല. നമ്മൾ 2 ജനറേഷനും കണ്ട ആൾക്കാരാണ്, പഴയതും പുതിയതും. അപ്പോൾ നമ്മൾ വേറൊരു വൈബല്ലേ, എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട് കേട്ടോ. ഇത് മാമയാണ്, മാമൻ്റെ മോന്, പിന്നെ വൈഫ് ഒക്കെ ആയിട്ട്.
അങ്ങനെ നമ്മൾ കുറേ നേരം അവിടെ ഇരുന്ന് സംസാരിച്ച് വീണ്ടും അടുത്ത് തന്നെ ഉണ്ട് കേട്ടോ വേറൊരു മാമൻ്റെ വീട്. അപ്പം നമ്മൾ 2 ദിവസം കൊണ്ട് മാക്സിമം കറങ്ങേണ്ട അവിടെയൊക്കെ കറങ്ങിയെടുത്തിട്ടുണ്ട്. അങ്ങനെ ഇനി അങ്ങോട്ടാണ് കേട്ടോ പോണത്. എവിടെയും നമ്മളൊന്നും കഴിക്കാൻ ഒന്നിനും നിന്നില്ല, സമയമൊന്നുമില്ല അതിന്. ജസ്റ്റ് കാണുക, വരിക, പോവുക, അത്ര തന്നെ ഉള്ളൂ കേട്ടോ ഉണ്ടായിട്ടുള്ളത്. പിന്നെ വീട്ടിൽ നമ്മൾ ഫുഡൊക്കെ ആക്കി വെച്ചിട്ട് വരും ചെയ്തല്ലേ. അവിടെയും നമ്മളൊരു കുറച്ച് സമയം സ്പെൻഡ് ചെയ്തിട്ട് ഇനിയിപ്പോൾ നേരെ വീട്ടിലോട്ട് പോകണം. വീട്ടിലോട്ട് പോയിട്ട് ഫുഡൊക്കെ കഴിച്ച് കിടന്ന് എണിച്ച് പിറ്റേ ദിവസം നമ്മളെ വീടുകളിലോട്ട് തന്നെ പോവുകയാണ്. ഈ 2 ദിവസത്തിനൊക്കെ വന്നാലുള്ള പ്രശ്നം അതാണ് അല്ലേ. അപ്പോൾ നമ്മൾ രാവിലേക്ക് പത്തിരി കടയിൽ നിന്ന് പോയി പത്തിരിയൊക്കെ മേടിച്ചു. നല്ല നൈസ് പത്തിരി കിട്ടുന്നുണ്ട് കേട്ടോ. അതൊക്കെ മേടിച്ചിട്ട് വന്നു. കറി മാത്രം ഉണ്ടാക്കിയാൽ മതിയല്ലോ. അപ്പോൾ പത്തിരിയൊക്കെ മേടിച്ചു. ഞാൻ ഇങ്ങോട്ട് വരുമ്പോഴും മേടിച്ചു കേട്ടോ പത്തിരി. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമ്മളിവിടെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല, പാലക്കാട് ഇത്രയും നെയ്സിൽ കിട്ടുമെന്ന് അറിയില്ല കേട്ടോ. നെയ്സ് പത്തിരി നന്നായിട്ടുണ്ടായിരുന്നു എന്തായാലും. അപ്പോൾ ഞാൻ ഇങ്ങോട്ട് വരുമ്പോഴും മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ നേരെ വീട്ടിലോട്ട് പോകണം. അപ്പോഴേക്കും കുട്ടികളൊക്കെ അവിടെ ദേഷ്യം വന്ന് ഞങ്ങൾ സിനിമയ്ക്ക് പോയി, ഫുഡ് കഴിക്കാൻ പോയി എന്നൊക്കെയാണ് കേട്ടോ അവർ പറഞ്ഞത്. അപ്പോൾ ഞാൻ അതേ ഒന്നുകൂടെ മൂപ്പിച്ച് വിട്ടു കേട്ടോ. അവൾ നോക്ക്. പിന്നെ ഫുഡെല്ലാം കഴിച്ച് പിറ്റേ ദിവസം രാവിലെ ഞങ്ങളെല്ലാവരും പോണതിൻ്റെയാണ് കേട്ടോ നിങ്ങൾ കാണുന്നത്. അത് ബ്രദറിൻ്റെ ഫ്രണ്ടാണ് കേട്ടോ. അങ്ങനെ പെട്ടിയൊക്കെ പാക്ക് ചെയ്ത് സിസ്റ്ററും ബ്രദറും ഞങ്ങളുടെ കൂടെ വരുന്നുണ്ട്. പാലക്കാട് ഓലക്കോട് നിന്ന് ട്രെയിനിന് അവർ ബുക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരാൾ സങ്കടത്തിൽ നിൽക്കണ കണ്ടില്ലേ, പോയി കിടക്കണ കണ്ടില്ലേ. ഇതന്നെ കേട്ടോ, ഞങ്ങൾ പോകുമ്പോൾ സങ്കടമാണ്, വരുന്നില്ല യാത്രയൊക്കെ പറയാൻ. പിന്നെ അവളെങ്ങനെയൊക്കെയോ സോപ്പിട്ട് വിളിച്ച് കൊണ്ടുവന്ന് ഇത് നിറയെ മിഠായി കേട്ടോ. ഞാൻ എൻ്റെ മിഠായിയൊക്കെ മറക്കാണ്ട് എടുത്തിട്ടുണ്ട്. അങ്ങനെ ഇതാ അത്താൻ്റെ അടുത്തൊന്നും പോണില്ല, പോണതിൻ്റെ മുഖമൊന്നും കാണിക്കണില്ല, ഭയങ്കര സങ്കടം. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ ശരിയാവും കേട്ടോ. ആ ഒരു സമയത്ത് ഭയങ്കര ഇതായിരിക്കും കേട്ടോ. അങ്ങനെ ഇതാ ഞാൻ ഇനിയിപ്പോൾ എല്ലാവരും പോവുകയാണ്. പോണ സമയത്ത് നോക്കുമ്പോൾ വാപ്പാൻ്റെ അനിയനും ഭാര്യയും വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അവരോടും കുറച്ച് നേരം സംസാരിച്ചു. ഇനി പോണ സമയത്ത് നമുക്ക് ഒരുപാട് വീടുകളുണ്ട് കേട്ടോ കവർ ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷെ ഞങ്ങളെവിടെയും വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ബുദ്ധിമുട്ട്, പറയാണ്ടിരുന്നാലും അവർക്ക് ബുദ്ധിമുട്ട്. പറഞ്ഞു കഴിഞ്ഞാൽ അവരിനി എന്തെങ്കിലുമൊക്കെ ഫുഡ് ഉണ്ടാക്കുമോ എന്നുള്ളൊരു ടെൻഷൻ വേറെ. അപ്പോൾ പിന്നെ ഞങ്ങൾ പറയാണ്ട് തന്നെ പോവാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇറങ്ങി. ഞാനൊന്ന് ഉമ്മ കൊടുക്കാൻ വേണ്ടി അവളെ പിടിച്ച് വലിച്ചാൽ കിട്ടുന്നേ ഇല്ല കേട്ടോ. ഭയങ്കര പ്രയാസം ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതാ എളാമ്മ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ എല്ലാവരും കൂടെ ഇരുന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ. വല്ലപ്പോഴും അല്ലേ ഇങ്ങനെയൊക്കെ കാണുന്നതും കൂടുന്നതൊക്കെ. അങ്ങനെ ഇതാ ഞങ്ങളെല്ലാവരും കൂടെ വീഡിയോയും ഫോട്ടോയും ഒക്കെ എടുത്തു. ഞാൻ ഫോട്ടോ എടുത്തപ്പോൾ എനിക്കൊരു വീഡിയോയും കൂടെ വേണം പറഞ്ഞിട്ട് അങ്ങനെ വീഡിയോയും എടുത്തു തന്നു കേട്ടോ. ഇനി ഇതാ വണ്ടിയിൽ കാരണം നേരെ നമ്മൾ ആദ്യം പോണത് മണ്ണാർക്കാട് എളാമ്മാൻ്റെ വീട്ടിലോട്ടാണ് കേട്ടോ. മമ്മിൻ്റെ അനിയത്തിൻ്റെ വീട്ടിൽ. അവിടെ പോയിട്ടൊരു 10-15 മിനിറ്റ് അവിടെ നമ്മൾ പോകുമ്പോൾ അവർ ഫുള്ള് നനച്ചുളിയുടെ തിരക്കിലാണ്. അപ്പോൾ പിന്നെ വേഗം ഇറങ്ങാമെന്നുള്ളൊരു പ്ലാൻ തന്നെയായിരുന്നു കേട്ടോ. പോണ വഴിക്ക് ഞാൻ പത്തിരിക്കടയിൽ ഇറങ്ങി പത്തിരിയും മേടിച്ചിട്ടാണ് പോകുന്നത്. പൊതുവേ പത്തിരി ഉണ്ടാക്കാൻ എനിക്കിപ്പോൾ കുറച്ച് മടിയാണ്, കുറച്ചധികം മടിയാണ്. കാരണം ഇപ്പോൾ കുട്ടികളൊക്കെ വലുതായി പിന്നെ കുറേ പത്തിരി ഉണ്ടാക്കേണ്ട ഒരു അവസ്ഥയാണ് കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ എന്ത് ചെയ്തു, മേടിച്ചു കേട്ടോ പത്തിരിയൊക്കെ. അങ്ങനെ ഇതാ എളാമ്മാൻ്റെ അവിടെ എത്തി. എല്ലാവരെയും കണ്ടിട്ട് കുറേ ആയില്ലേ. പരസ്പരം ഹഗ് ചെയ്ത് ഉമ്മ വെച്ച്. ഇത് അവിടുത്തെ എൻ്റെ ഒരു കസിൻ ബ്രദറിൻ്റെ മോനാണ് കേട്ടോ. ഭയങ്കര സംസാരം. ഞാൻ അവനിങ്ങനെ സംസാരിക്കണത് കണ്ടിട്ടേ ഇല്ല കേട്ടോ. ഭയങ്കര സംസാരവും ഒക്കെ ആയിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് യാത്രയൊക്കെ പറഞ്ഞ് ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി. അവിടെ നല്ല മാങ്ങയൊക്കെ ഉണ്ട് കേട്ടോ. വെള്ളമൂവാണ്ടനാണ്, കണ്ണ് വെക്കരുത് കേട്ടോ. ഇനി അടുത്ത വർഷം കായ്ച്ചില്ലെങ്കിൽ ഞാൻ യൂട്യൂബിൽ ഇട്ടിട്ടാണെന്ന് പറയും. അതുകൊണ്ട് ആരും കണ്ണ് വെക്കരുത്. പിന്നെ നമ്മൾ അവിടുന്ന് ഇറങ്ങി. ഇനിയിപ്പോൾ നമ്മൾ ഇറങ്ങാൻ പോണത് വേറൊരു അനിയത്തിൻ്റെ വീട്ടിലാണ്. നമ്മൾ പോകുന്ന വഴിയിലൊക്കെ വീടുകളുണ്ട്, പക്ഷെ ഇറങ്ങാൻ മാത്രം സമയം ഉണ്ടാവില്ല. അതാണൊരു പ്രശ്നം. തുപ്പനാടാണ് കേട്ടോ ആ വീട്. അപ്പം നമ്മൾ ഇനി അങ്ങോട്ടാണ് പോണത്. പാട്ടൊക്കെ ഇട്ട് ഫുള്ള് വൈബിലാണ് കേട്ടോ പോണത്. അതാണ് അവനിങ്ങനെ കിടന്ന് കുലുങ്ങും. പിന്നെ ഞാൻ കമൻസ് ഒന്നും വായിച്ചിട്ടില്ല. നെക്സ്റ്റ് വ്ളോഗിൽ എന്തായാലും നമ്മൾ കമൻ്റ് എല്ലാം വായിച്ചിട്ട്
ഒരു വലിയ വ്ളോഗ് തന്നെയാണ് കേട്ടോ നമ്മളെ ഡെയിലി വ്ളോഗ് എല്ലാവർക്കും മിസ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു. പിന്നെ നമ്മൾ ഒരുപാട് റെസിപ്പിയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതെല്ലാം ഞാൻ ഉൾപ്പെടുത്തുന്നുണ്ട് കേട്ടോ. FBയിൽ കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും പോയി കണ്ട് സപ്പോർട്ട് ചെയ്യണം. അങ്ങനെ ഇതാ നമ്മൾ തുപ്പനാടുള്ള നമ്മുടെ ഉമ്മാൻ്റെ അനിയത്തിൻ്റെ വീട്ടിലോട്ട് എത്തി. എനിക്ക് ഈ വീട് ഭയങ്കര ഇഷ്ടമായിട്ടോ. ആ ഒരു ആംബിയൻസും വീട് ഒരു പാകത്തിനുള്ള വീട് കേട്ടോ, ഒരുപാട് ഒന്നും അല്ലാണ്ട് ഒരു പാകത്തിന്. അതുകൊണ്ട് എനിക്കത് ഭയങ്കര ഇഷ്ടമായിട്ടോ. നിറയെ ചെടികളൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി മുറ്റൊക്കെ ഒന്ന് ശരിയാക്കി സെറ്റാക്കി കഴിഞ്ഞാൽ അടിപൊളിയാവും കേട്ടോ. പൊതുവേ അവരുടെ ഉള്ളിലൊക്കെ ആണെങ്കിലും ഒക്കെ നല്ല ഭംഗിയുണ്ട്. ഇതെല്ലാം ചെറിയ ചെറിയ മരങ്ങൾ എല്ലാം കായ്ച്ചിട്ടുണ്ട്. ഇതെല്ലാം മേടിച്ച് വെച്ചതാണ് അത്രേ. തെങ്ങാണെങ്കിലും കേട്ടോ കായ്ച്ചിട്ടുണ്ട്, അതും മേടിച്ച് വെച്ചതാണെന്ന് പറഞ്ഞത്. അപ്പോൾ ഉള്ളിലാണെങ്കിലും എല്ലാം ഒരുപാടില്ലാണ്ട് ഓവറില്ലാണ്ട് ഒക്കെ ചെയ്തിട്ടുണ്ട് ഇൻറ്റീരിയറൊക്കെ. അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ ഞാൻ ഒത്തിരി അങ്ങ് എടുത്തിട്ടില്ല, ബെഡ്റൂമൊന്നും വീഡിയോ അങ്ങനെ അങ്ങ് എടുത്തിട്ടില്ല കേട്ടോ, പ്രൈവസി അല്ല അതൊക്കെ എന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ നമ്മൾ പോയി എല്ലാവരെയും കണ്ട് സംസാരിച്ച് ജ്യൂസെല്ലാം ഉണ്ടായി, ഷെയ്ക്ക് ഉണ്ടായി തന്നിട്ടുണ്ടായിരുന്നു. ഷെയ്ക്കെല്ലാം കുടിച്ച് ഇനിയിപ്പോൾ അവിടുന്ന് ഇറങ്ങണം. എല്ലാവിടെയും കയറി ഇറങ്ങുമ്പോഴത്തേന് തന്നെ സമയമാവും. ഇത് കഴിഞ്ഞിട്ട് ഇനി മൂത്തുമ്മാൻ്റെ മോളുടെ വീട് ചന്ദ്രനഗറാണ്, അവിടെ ഇറങ്ങണം. മൂത്തുമ്മാൻ്റെ വീട് തച്ചമ്പാറയായിരുന്നു. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകാനാണ് പ്ലാൻ ചെയ്തിരുന്നത്. നോക്കുമ്പോൾ അവർ അവിടെ ഉണ്ടായിരുന്നില്ല, മോളുടെ വീട്ടിൽ പോയിരിക്കുകയായിരുന്നു. അപ്പോൾ നമ്മൾ മോളെ വീട്ടിൽ പോകാമെന്ന് വിചാരിച്ചിട്ട് ഇനിയിപ്പോൾ അങ്ങോട്ടാണ് നമ്മൾ നേരെ പോകാൻ പോകുന്നത്. എല്ലാവരുടെയും അത്യാവശ്യം സമയം നമ്മൾ ഇരുന്നു കേട്ടോ. എങ്ങനെ വല്ലപ്പോഴും അല്ലേ കാണുന്നത്, അപ്പോൾ കുറച്ചെങ്കിലും നമ്മൾ സ്പെൻഡ് ചെയ്യണ്ടേ. അങ്ങനെ നമ്മൾ ചന്ദ്രനഗർ എത്തി കേട്ടോ. ഇതിൻ്റെ ഇടയിലൊക്കെ നമ്മൾ ട്രാവൽ ചെയ്തിട്ടാണ് കേട്ടോ എത്തുന്നത്. അങ്ങനെ ഇതാ മൂത്തുമ്മാക്ക് വെയ്യാണ്ട് കിടക്കിയിരുന്നു, ഇപ്പോൾ ശരിയായിട്ടുണ്ട്, ഇപ്പം നല്ല ഉഷാറായിട്ടുണ്ട് ആൾ. അങ്ങനെ നമ്മൾ വേഗം പോയി അവർ സ്നാക്കും ജ്യൂസൊക്കെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. അതെല്ലാം കഴിച്ച് കുറച്ച് സമയം അവിടെ ഇരുന്ന് ഇനിയിപ്പോൾ നമ്മൾ നേരെ ഞങ്ങളുടെ വീട്ടിലോട്ട് പോകണം കേട്ടോ, ചുള്ളിമട. അവിടെ പോയിട്ട് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഇവർ ഒലോക്കോട്ടിലോട്ട് തന്നെ പോകും. ഇവർക്ക് 4 മണിക്കാണ് ട്രെയിൻ ഉള്ളത്. അപ്പോൾ എന്താ പറയുക, ഇത്രയൊക്കെ തന്നെ ഉള്ളൂ നമ്മുടെ വ്ളോഗ്. പിന്നീട് അങ്ങ് എടുത്തില്ല. വീട്ടിൽ പോയതും വേഗം ഫുഡൊക്കെ കൊടുത്ത് അവരെ പറഞ്ഞു വിടണ്ടേ, അങ്ങനെയായിരുന്നു കേട്ടോ. അപ്പോൾ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാൻ, മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.